പറയുന്നതുകൊണ്ട് അച്ഛനൊന്നും വിചാരിക്കരുത്. അച്ഛൻ്റെ മോള് സുമിത്ര എനിക്ക് മനസമാധാനം തരുന്നില്ല. അങ്ങോട്ട് നോക്കിയ പ്രശ്നം, ഇങ്ങോട്ട് നോക്കിയ പ്രശ്നം, മിണ്ടിയ പ്രശ്നം, മിണ്ടിയില്ലെങ്കിൽ പ്രശ്നം. ഞാൻ ആകെ പ്രശ്നത്തിലാ. നീ അവളെ വളച്ച് ചാടിച്ച് കൊണ്ടുപോയി കല്യാണം കഴിച്ചതല്ലേ, നീ അനുഭവിച്ചു. ഇനിയിപ്പോൾ അച്ഛത് സുമിത്രനെ വിളിച്ച് പറയാനൊന്നും പോകണ്ട. എന്നാ ശരി അച്ഛാ, ഞാൻ പോട്ടെ. രമേശ് ചേട്ടൻ അങ്ങനെ പറഞ്ഞോ? ആ എന്നാ ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. രമേശ് ചേട്ടനുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയുടെ പണ്ടൊക്കെ ഇപ്പൊ എവിടെ ഇരിക്കണേന്ന് അറിയോ? അത് ലോക്കറിലല്ലേ ഇരിക്കണത് എന്ന് അമ്മ വിചാരിക്കണം. പക്ഷെ രമേശ് ചേട്ടൻ അതെടുത്തിട്ടേ പണയം വെച്ചു. പണയം വെക്കേ? ഞാൻ അറിയാണ്ട രമേശ നീ അത് കൊണ്ടുപോയി പണയം വെച്ചു? ഓ എൻ്റെ അമ്മേ, ഒരു അത്യാവശ്യം വന്നപ്പോൾ അത് പണയം വെക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ അടുത്ത മാസം സാലറി വന്നാൽ എടുത്തു തരാം. എടുത്തു തന്നില്ലെങ്കിൽ ഞാൻ രമേശനെ ശരിയാക്കും. നീ എന്ത് ചെറ്റത്തര കാണിച്ചത്? നീ എന്തിനാ ഈ അമ്മേനോട് ഇതൊക്കെ വിളിച്ചു പറയാൻ പോയത്? ചെറ്റത്തരം കാണിച്ചതേ ഞാനല്ല, നിങ്ങളാ. നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ അച്ഛനോട് എന്നെ പറ്റി അനാവശ്യം പറയാൻ? ഓ, അപ്പൊ നിന്റെ അച്ഛൻ നിന്നെ അത് വിളിച്ച് പറഞ്ഞു. ആ, റിവഞ്ച് ആയിരുന്നു. അതെ, റിവെഞ്ച് ആയിരുന്നു. ഞാൻ നിങ്ങൾ പണ്ടം വിറ്റ കാര്യം പറഞ്ഞിട്ടില്ല, പണയം വെച്ചു എന്നാ പറഞ്ഞത്. ഈ വിറ്റ കാര്യം പറയണം. പറയണ്ട. നീ എൻ്റെ അച്ഛനോട് എന്നെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയോ? ഞാൻ നിന്നെ പറ്റി ഇനി ഒന്നും പറയാൻ പോണില്ല. നീ എന്നെ ചതിക്കാതിരുന്നാ മതി. അപ്പൊ കോംപ്രമൈസ്? കോംപ്രമൈസ് ഏത് ദുർബല നിമിഷത്തിലാവോ ഞാൻ വേണ്ടാത്തത് പോയി പറഞ്ഞത്.